ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കോസ്റ്റിങ്ങിൻ്റെ എന്താ പറയുക, ചെറിയ പോയിൻറ്റ്സൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ചാപ്റ്ററിലാണ്. ബട്ട് തിയറി കുറേ ചോദിക്കും കേട്ടോ, കോസ്റ്റിങ്ങിൻ്റെ തിയറിയും ചോദിക്കും. അപ്പോൾ തിയറി നമ്മൾ നന്നായി പഠിച്ചെടുക്കണം. പോയിൻറ്റ്സൊക്കെ കവർ ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് തിയറിയാണ്. അപ്പോൾ ഇത് ബേസാണ് കോസ്റ്റിങ്ങിൻ്റെ. ഇതിന് പഠിക്കുകയാണ്, MCOM ആണെങ്കിലും MBA ആണെങ്കിലും ഏത് ഇതാണെങ്കിലും ഈ പോയിൻറ്റ്സൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോസ്റ്റിംഗ് ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് പറയുന്നത്. കോസ്റ്റിംഗ് റിലേറ്റ്സ് ടു ദി ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ഓർ സർവീസ് റെൻഡേർഡ്. അല്ലേ, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്, അതാണ് അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്രൊഡക്റ്റ് ഫോർ ഡിറ്റർമിൻ ദി കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ വരുന്നത്? കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതിനെ കൺട്രോളിങ്, പ്രോസസ്സിങ് എല്ലാം വരുന്നതാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ്സ് പർപ്പസ് എന്താണെന്ന്, എന്തായിരിക്കാം പർപ്പസ്? എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന? ഫോർ കൺട്രോളിങ് ആൻഡ് അസർട്ടൈനിങ് ദി പ്രോഫിറ്റബിലിറ്റി. നമ്മൾ കോസ്റ്റ് മാക്സിമം കൺട്രോൾ ചെയ്യണം, എന്നാലാണ് നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ? മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ മിനിമൈസ് ദി കോസ്റ്റ്. ഏതൊക്കെ സിറ്റുവേഷനിൽ, ഏതൊക്കെ പോയിന്റിൽ, ഏതൊക്കെ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, അതാണ് അവിടെ അനാലിസിസ് നടത്തുന്നത്. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഒരു പോയിന്റിലും നമ്മൾ എത്രമാത്രം കോസ്റ്റ് മിനിമൈസ് ചെയ്യാം, ആ മിനിമൈസ് ചെയ്ത് നമുക്ക് എന്ത് അച്ചീവ് ചെയ്യണം? പ്രോഫിറ്റബിലിറ്റി അച്ചീവ് ചെയ്യണം. അപ്പോൾ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പർപ്പസ്, ഒബ്ജക്റ്റീവ് ഓഫ് ദി കോസ്റ്റിംഗ് ഈസ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ദെൻ കോസ്റ്റ് സെൻറ്റർ. വാട്ട് ഈസ് സെൻറ്റർ? എവിടെയാണ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്? ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് സെൻറ്റർ. ഇറ്റ് മേ ബി എ ലൊക്കേഷൻ, പേഴ്സൺ, പ്ലേസ്, മെഷീൻ ഓർ ഐറ്റം ഓർ എനിത്തിങ്. എവിടെയാണ് കോസ്റ്റ് വരുന്നത്, എന്തിനാണ് കോസ്റ്റ് വരുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Defined as a location or person or place or machine or item of equipment or thing for which cost can be ascertained. Then the profit center. Profit center means എന്താണ്? A center responsible for earning maximum profit. Maximum profit earn ചെയ്യുന്ന ഒരു സെന്ററിനെയാണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. Then cost unit. A quantitative unit of a product or service. ഇനി ഓരോന്ന് കോസ്റ്റ് ബേസിലാണ് അനാലിസിസ് ചെയ്യുന്നത്. അതായത് മിനിമം 8 ലോവസ്റ്റ് ലെവലിലേക്ക് വരികയാണ്. മനസ്സിലായിട്ടോ? ഇപ്പം നമ്മൾ കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, ഒരു ചെറിയ പോയിന്റിനടുക്ക് അവർ കോസ്റ്റ് അനാലിസിസ് നടത്തും. അപ്പോൾ ഒരു സ്ക്രൂവിനടക്കം എത്ര സ്ക്രൂ ഉപയോഗിച്ചു, എന്തൊക്കെയാണ് എന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ് എല്ലാം അല്ലേ. അപ്പോൾ ഓരോ പോയിന്റും, ഒരു ടൈം, ഒരു മെഷീൻ, പിന്നെ എന്താ പറയുക, ലേബേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാറ്റിൻ്റെയും അഗ്രിഗേറ്റ് വാല്യൂ ആണ് എന്തായിട്ട് വരുന്നത്? കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? നേച്ചർ, ഫീച്ചർ, ഒബ്ജക്റ്റീവ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാം പോയിൻറ്റ്സ് പഠിക്കുക. ആ പോയിൻറ്റ്സ് തന്നെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും പല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ പോയിൻ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് എഴുതാം. എന്താണ് നേച്ചർ? കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. ഇനി അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? കോസ്റ്റ് അനാലിസിസ് ആൻഡ് റെക്കോർഡിങ് അല്ലേ, അല്ലെങ്കിൽ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. ഇവിടെ നമ്മൾ പഠിച്ചു കോസ്റ്റ് കൺട്രോൾ, പ്രോഫിറ്റബിലിറ്റി ഒക്കെ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് എഴുതാം. എന്തൊക്കെ നമ്മൾ അതിൽ എക്സ്പ്ലനേഷനിൽ പഠിക്കുന്നോ അതൊക്കെ നേച്ചർ ആൻഡ് ഫീച്ചേഴ്സായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ എഴുതാൻ വേണ്ടി പഠിച്ചു വയ്ക്കുക. അത് തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ എങ്ങനെയാണ് ചോദിക്കുന്നത് അതനുസരിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മതി. ദെൻ കോസ്റ്റ് അനാലിസിസ്, റെക്കോർഡിങ് ചെയ്യണ്ടേ? കോസ്റ്റ് അനാലിസിസ് ചെയ്യണം, റെക്കോർഡിങ് ചെയ്യണം. ആൻഡ് ഡിറ്റർമിൻ ദി കോസ്റ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് വർക്ക്. കംപ്ലീറ്റ് ചെയ്ത വർക്കിൻ്റെയും ഇൻകംപ്ലീറ്റ് ചെയ്ത വർക്കിൻ്റെയും ഡിറ്റർമിനേഷൻ നടത്തണം. കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. പല മെത്തേഡ്സ് അവർ അഡോപ്റ്റ് ചെയ്യും അല്ലേ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്, പ്രോസസ് കോസ്റ്റിംഗ്, ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ കൺട്രോളിങ് ദി കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ അതിന് പല ടെക്നിക്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ്ലി എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ
മെയിൻറ്റെയിൻ എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇനി നമ്മൾക്കിപ്പോൾ പല മെഷീൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ബ്രെഡ് മേക്കിംഗ് ഫാക്ടറിയിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. അവിടെ ഒരു 1000 ബ്രെഡാണ് ഒരു ദിവസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് അവർക്ക് കൂടുതൽ ഓർഡേഴ്സ് വരികയാണ്. അപ്പോൾ അവർ അതിനെക്കുറിച്ച് അനാലിസിസ് നടത്തും. ഇനി ഒരു മെഷീൻ മേടിക്കുന്നതാണോ നല്ലത്, അതോ ഈ മെഷീൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ലേബേഴ്സിന് നമ്മൾ കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണോ നല്ലത്. അങ്ങനെ ഓരോ സെക്ഷനിലും അനാലിസിസ് നടത്തിയിട്ടാണ് ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അനാലിസിസ് ഹെൽപ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെയിൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. എന്താണ് കോസ്റ്റ്, എന്താണ് കോസ്റ്റ് സെൻറ്റർ, എന്താണ് പ്രോഫിറ്റ് സെൻറ്റർ, വാട്ട് യു മീൻ ബൈ കോസ്റ്റ് യൂണിറ്റ്, ആൻഡ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ടിങ്, വാട്ട് ഇറ്റ് ഇൻക്ലൂഡ്, എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പോയിന്റ്സ് വേണം, നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യുക ആൻഡ് റൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റിംഗ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ നമ്മൾ പോയിന്റ്സ് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് തന്നെ തിയറി കുറച്ച് ചോദിക്കും. അപ്പോൾ കോസ്റ്റിംഗ് എൻ എയ്ഡ് ടു മാനേജ്മെന്റ് അല്ലേ, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? മാനേജ്മെൻറ്റിന് ഹെൽപ്ഫുള്ളാണ്, എംപ്ലോയീസിന്, ക്രെഡിറ്റേഴ്സിന്, നമ്മുടെ നാഷണൽ ഇക്കണോമി അല്ലേ, ഒക്കെ നല്ല സഹായമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയിന്റ് എഴുതാം. ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഇക്കണോമി ആൻഡ് മാനേജ്മെന്റ്. ആക്ട്സ് ഇൻ പീരീഡ്സ് ഓഫ് ട്രേഡ് ഡിപ്രഷൻ ആൻഡ് ട്രേഡ് കോമ്പറ്റീഷൻ. നല്ല കോമ്പറ്റീഷനുള്ള പീരീഡിലും ഡിപ്രഷനുള്ള പീരീഡിലും നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ അനാലിസിസ്, കോസ്റ്റിംഗ് അനാലിസിസ്. എവിടേക്കാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ, എവിടെ വേസ്റ്റേജ് ഒഴിവാക്കേണ്ടത്, എവിടെയാണ് എക്സസ് വരുന്നത്, എവിടെയാണ് സ്റ്റോക്ക് ഓവറായിട്ട് വെക്കുന്നത്, അങ്ങനെ എന്താ പറയുക, ഡെഫിഷ്യൻസി വന്നാലും കുഴപ്പമാണ്. സ്റ്റോക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ സ്റ്റോക്ക് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. സ്റ്റോക്ക് കൂടിയാലും നമ്മൾ ഐഡിയലായിട്ട് നമ്മുടെ ക്യാഷ് അവിടെ ബ്ലോക്ക് ആയിട്ട് കിടക്കും. അപ്പോൾ പ്രൈസ് ഫിക്സേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ഫിക്സേഷൻ അല്ലേ, എലിമിനേറ്റ് വേസ്റ്റേജ്. അപ്പോൾ നമ്മൾ ജനറലി പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് വേസ്റ്റേജ് അയക്കാം. മേക്ക് കമ്പാരിസൺ, നമുക്ക് കമ്പയർ ചെയ്യാം ഒരേപോലത്തെ പ്രൊഡക്റ്റുകൾ തമ്മിൽ. പ്രൊവൈഡ്സ് ഡാറ്റ ഫോർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം. എൻഹാൻസിങ് എഫിഷ്യൻസി അല്ലേ, എഫിഷ്യൻസി നമുക്ക് കൂട്ടി കൊണ്ടുവരാം. ഓരോ പോയിന്റും ശ്രദ്ധിച്ച് കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് എഫിഷ്യൻസി. ഹെൽപ്സ് ഇൻ ഇൻവെന്ററി കൺട്രോൾ. കോസ്റ്റിംഗ് ആസ് എൻ എയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ആസ് എൻ എയ്ഡ് ടു എംപ്ലോയീസ്, ആസ് എൻ എയ്ഡ് ടു നാഷണൽ ഇക്കണോമി. അപ്പോൾ ഇത്രയൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഓരോന്നും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് അതൊക്കെ പോയിന്റ്സ് ആയിട്ട് എഴുതാം. ജനറലി ഒന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇനി ഒബ്ജക്റ്റീവ്സിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അനലൈസ് ആൻഡ് ക്ലാസിഫൈ അല്ലെ, എക്സ്പെൻഡിച്ചർ ഒക്കെ അനലൈസ് ചെയ്യുക, അത് ക്ലാസിഫൈ ചെയ്യുന്നു. ടു അറൈവ് അറ്റ്, എന്തിനു വേണ്ടിയിട്ട്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്. എവറി യൂണിറ്റ്, ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റ് അറിയാൻ. ജോബ് ആണെങ്കിൽ ജോബിൻ്റെ, പ്രോസസ്സ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ബേസിലാണ് നമ്മളവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്, ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഓരോന്നിൻ്റെയും നമുക്ക് കോസ്റ്റ് അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്സ് അല്ല നമ്മൾ കോസ്റ്റിംഗ് ചെയ്യുന്നത്. ടു ഇൻഡിക്കേറ്റ് ദി മാനേജ്മെൻറ്റ് എനി ഇൻഎഫിഷ്യൻസി, മാനേജ്മെൻറ്റിനെ നമ്മൾ ടൈം ടു ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പോരായ്മകൾ, എന്തൊക്കെയാണ് ഇൻഎഫിഷ്യൻസി എന്ന് അറിയിച്ചുകൊണ്ടിരിക്കും. ടു പ്രൊവൈഡ് ഡാറ്റ ഫോർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. ജനറലി ഒന്ന് നോക്കി നോക്കൂ, ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും ഒക്കെ ഏകദേശം എന്തുപോലെയാണ്? ഏകദേശം സെയിം പോലെയാണ്. അപ്പം നമുക്ക് കുറേ പോയിന്റ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഇമ്പോർട്ടൻസ് ആയിട്ട് എഴുതാം, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എഴുതാം, ദെൻ ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആയിട്ട് എഴുതാം. അപ്പം ജനറലി വി നോ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നമുക്ക് എല്ലാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും ഈ ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവും മനസ്സിലായി. ജനറലായി ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമുക്ക് ഓരോ പോയിന്റുകളും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എഴുതാൻ സാധിക്കും. മിനിമം പോയിന്റ്സ് എങ്കിലും പഠിച്ച് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ്
ഉണ്ടാക്കി കൊണ്ടുവരിക. മനസ്സിലായോ? അപ്പോൾ എക്സാം പോയിന്റിൽ നിന്ന് പഠിക്കാൻ നോക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അതൊക്കെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ്.